തീർച്ചയായിട്ടും ഈ നാസ്തികവാദികള് അത് കറന്നെടുത്തോണ്ടിരിക്കുക, എന്നിട്ടോ ഭക്തന് സ്വാതന്ത്ര്യം ഇല്ല. അപ്പൊ നമസ്തേ സന്തോഷ്. നമസ്തേ സന്തോഷ്, ഇപ്പോഴത്തെ ഈ സമകാലീന സമയത്തെ ക്ഷേത്രധർമ്മം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ക്ഷേത്രവും ക്ഷേത്രധർമ്മവും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട സാഹചര്യത്തിലാണ്. അതങ്ങ് ഒന്ന് അധികം വിശദീകരിക്കാതെ ക്ഷേത്രധർമ്മം എന്താണെന്ന് പറയാം. ആ ക്ഷേത്രധർമ്മത്തിൽ വരുന്നത് ആരൊക്കെയാണ്? അതെ, ക്ഷേത്രധർമ്മം എന്ന് പറയുന്നത് സനാതനധർമ്മം തന്നെയാണ്. അപ്പോൾ സനാതനധർമ്മികളാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത്, ക്ഷേത്രം പരിപാലിക്കേണ്ടത്. ക്ഷേത്ര ഭരണമല്ല, പാലനമാണ്. പാലനമാണ്. ഇപ്പോഴും രാജഭരണത്തിനെതിരെ ജനാധിപത്യം എന്നല്ലേ പറയുന്നത്. അതെ. പക്ഷെ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും നിൽക്കുന്നത് രാജഭരണമാണ്. ആ കൊച്ചി, തിരുവിതാംകൂർ, മലബാർ രാജഭരണത്തിൽ നിന്നും ഇതുവരെയും, അത്തരം രാജാക്കന്മാരുടെ ഭരണങ്ങളിൽ നിന്നും ഇതുവരെയും ക്ഷേത്രങ്ങളെ മോചിപ്പിച്ചിട്ടില്ല. ക്ഷേത്രങ്ങൾ ഇതുവരെയും ഭക്തജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ സ്വാതന്ത്ര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ആ നാട്ടുരാജാക്കന്മാരുടെ വ്യവസ്ഥിതിയിൽ എന്തായിരുന്നോ ക്ഷേത്രങ്ങൾ, എങ്ങനെയായിരുന്നോ നിലനിന്നത്, അത് നല്ലൊരർത്ഥത്തിലായിരുന്നെങ്കിൽ ഇന്ന് ആ ക്ഷേത്ര സംവിധാനം നിൽക്കുന്നത് ഇത്തരം നാട്ടുതമ്പ്രാക്കന്മാരുടെ, അരാജകവാദികളുടെ, ദൈവവിശ്വാസമില്ലാത്ത രാജാക്കന്മാരുടെ, നാട്ടുപ്രമാണിമാരുടെ കൈകളിലാണ്. ശരി, അങ്ങ് പറഞ്ഞത് ഭക്തർക്ക് സ്വാതന്ത്ര്യമില്ല. എവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത്? ക്ഷേത്രം ഭക്തർക്ക് കൊടുക്കണ്ടേ? വേണം. പക്ഷെ ഇപ്പോഴും ദേവസ്വം ബോർഡ് എന്നുള്ള തരത്തില്. എന്ത് ദേവസ്വം ബോർഡാണ്? അന്ന് ഒരു രാജാവ് ഉള്ളെങ്കിൽ നിരവധി രാജാക്കന്മാരുണ്ട്. അതെ, ദേവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ബോർഡ്. അത് എങ്ങനെ ഭക്തർക്ക് വേണ്ടിയോ? ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് കാണിക്കവഞ്ചിയിൽ കാണിക്കയിടാൻ തുടങ്ങിയാൽ, അമ്പലത്തിൽ പൈസ വഴിപാടായിട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ, മരണശേഷവും നമസ്കാര കർമ്മങ്ങളിലൂടെ എത്ര വർഷങ്ങൾ ഒരു മനുഷ്യൻ്റെ പേരിൽ ഈ ക്ഷേത്ര സങ്കേതങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഒരു ചികിത്സാ പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും ഏതെങ്കിലും ഒരു ആൾക്ക് ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് തിരിച്ച് ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ട്. അല്ല, അങ്ങ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സർവശാസ്ത്ര നിലയം എന്നതിനപ്പുറത്ത് സർവ്വജീവസമ്പത്തിനെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ട ശാസ്ത്ര നിലയങ്ങളായിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങൾ ഇന്ന് അന്ധവിശ്വാസികളുടെയും ക്ഷേത്ര പാലനത്തിൽ, ക്ഷേത്ര ആചാരങ്ങളിൽ വിശ്വാസമില്ലാത്തവരുടെയും കൂടാരങ്ങളായിട്ട് അധപ്പതിച്ച് നിൽക്കുകയാണ്. ക്ഷേത്രം കൊള്ളയടിക്കപ്പെടുകയാണ്. ഇതിനാരാ ഉത്തരവാദി? ഉത്തരവാദി എന്ന് പറഞ്ഞാൽ തികച്ചും ഭക്തജനങ്ങളാണ് ഉത്തരവാദി. ഭക്തരായിരിക്കണം ക്ഷേത്രത്തിൻ്റെ പാലനത്തിന് ചെല്ലേണ്ടത്. അപ്പോൾ തന്ത്രിമാരായിരിക്കണം ഈ ക്ഷേത്ര പാലനത്തിന് ഉതകുന്ന ആളായിരിക്കണം. ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളായിരിക്കണം. മേൽശാന്തി ഉൾപ്പെടെയുള്ള ഒരു ജീവനക്കാരെല്ലാവരും. അവർ രണ്ട് സൈഡിലല്ലേ? ഒന്ന് ക്ഷേത്ര ജീവനക്കാർ ഒരു വശത്ത്, ഭക്തർ മറുവശത്ത്. അങ്ങനെയാണ്, ഒരു രണ്ട് വശത്തായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെയാണ്. അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. ക്ഷേത്രത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് ക്ഷേത്രങ്ങൾ. അത് പണ്ടത്തെ ആ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇവിടെ ഭരണഘടന മാറിയിട്ടുണ്ട്, സർവ്വതും മാറിയിട്ടുണ്ട്. പക്ഷേ അതായത് കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്ന് പറയുന്ന രാജഭരണം ഇപ്പോഴും ക്ഷേത്രങ്ങളുടെ പേരിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അഭിനവ രാജാക്കന്മാർ നാടുവാഴുകയാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു മാറാത്തത്? ഈ ഭക്തർ ബോധവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഭക്തർ നിൽക്കുന്നത് എന്താണ്? ജാതിയുടെ കൂടാരങ്ങളിൽ, ആ രാഷ്ട്രീയത്തിൻ്റെ കൂടാരങ്ങളിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇവരെ വിഭജിച്ച് നിർത്തുകയാണ്. ബ്രിട്ടീഷുകാർ ചെയ്തതിനേക്കാൾ കഷ്ടമായിട്ട് ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ളവരെ വിഭജിച്ച് നിർത്തിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും അല്ലാതെയുള്ള ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട്. അതെല്ലാം ഓരോ വിഭാഗം ആളുകളുടെ. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി സംഘടനകളുടെ പേരിലൊക്കെ ക്ഷേത്രങ്ങൾ. ഈ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നതിനേക്കാളും കഷ്ടമാണ് എൻ്റെ അഭിപ്രായത്തിൽ ജാതി സംഘടനകളുടെ കയ്യിൽ സനാതന ധർമ്മ പരിപാലന നിലയങ്ങളായിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇരിക്കുന്നത്. ഈ ജാതിയുടെ അടിസ്ഥാനത്തിലെ ക്ഷേത്രങ്ങൾ ജാതി സംഘടനകൾ കയ്യേറുകയും ദേവസ്വം ബോർഡ് കയ്യേറുകയും ചെയ്തു കഴിഞ്ഞാൽ
അതിനകത്ത് എന്താണ് മോഹൻജി ഒരു അങ്ങ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നതേ, പണ്ടൊക്കെ ദുഷ്കരമായ കരംപിരിവ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ല. ഇന്ന് ജാതി സംഘങ്ങൾ കരം പിരിക്കുന്നുണ്ട്, ജാതിക്കരം ഉണ്ട്. ജാതിക്കരം കൊടുത്തില്ലെങ്കിൽ അച്ഛൻ്റെ അടിയന്തരം നടത്തില്ല, ചാവടിയന്തരം നടത്തില്ല, അമ്മയുടെ എന്താ പറയണ മരണാനന്തര കർമ്മം നടത്തില്ല. മകളുടെ കല്യാണം നടക്കണമെങ്കിൽ ജാതിക്കരം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക്, അത് മേൽജാതി തൊട്ട് കീഴ്ജാതി വരെയുള്ളവർക്ക് ജാതിക്കരം കൊടുക്കേണ്ട ജാതി സംഘടനകളുടെ ശരിക്കും കൂത്തരങ്ങാണ് കേരളം. ജാതി പിരിവ് നടത്തുന്ന, ജാതിക്ക് കരമടയ്ക്കുന്ന, ആ കര അടച്ചില്ലെങ്കിൽ മകളുടെ കല്യാണം നടത്താൻ പറ്റില്ലെന്നേ. അല്ലേ? എന്നിട്ട് ഈ ജാതിക്കരം പിരിക്കുന്നവരാണല്ലോ എല്ലാവരെയും ഒന്നായി കാണണമെന്ന് പറയുന്ന സനാതന ധർമ്മികളാണെന്ന് പറയുന്നത്. അതെങ്ങനെ? ഇത് രണ്ടും കൂടി എങ്ങനെ പോകുന്നത്? ഇവിടുത്തെ ദേവാലയങ്ങളും വിദ്യാലയങ്ങളും ജാതി സംഘടനകൾക്ക് അടിയറ വച്ചിരിക്കുകയാണ്, ജാതികൾക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്, മതങ്ങൾക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. മതസ്ഥാപനങ്ങളായിട്ടാണ് വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത്. ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് ദേവാലയങ്ങളെ പോലെയല്ല, ഈ മതങ്ങളുടെ ദേവാലയങ്ങൾ പോലെയല്ല ക്ഷേത്രങ്ങൾ. മതങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇടമാണ് ഈ ക്ഷേത്ര മതിൽക്കകം. അല്ലാണ്ട് ക്ഷേത്രത്തിൻ്റെ മതിൽ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ മതിൽക്കകമല്ലത്, മതങ്ങൾക്ക് പ്രവേശനമില്ലാത്ത മതിൽക്കകമാണ്. അത് മതത്തിൻ്റെ ഇടമാക്കി മാറ്റുകയാണ്. അല്ല, ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ് കൊള്ള സംഘങ്ങളല്ലേ നിലനിൽക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടുത്തെ മുഴുവൻ ജനതയും ഏത് വിശ്വാസത്തിലുള്ള ആളുകളെയും ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമല്ലേ ഉള്ളത്. ഞാൻ പറയുമ്പോൾ ഒരിക്കലും മറ്റൊരർത്ഥത്തിൽ എടുക്കരുത്. ദേവന്റെ സ്വത്ത്, ക്ഷേത്രത്തിൻ്റെ സ്വത്ത്, ക്ഷേത്രത്തിൻ്റെ ഭൂമി, ഇതെല്ലാം കൊള്ള ചെയ്യപ്പെടുകയാണ്. ദേവന്റെ സ്വത്തും സമ്പാദ്യവും മാത്രമല്ല, ദേവന്റെ ഭക്തജനങ്ങളുടെ ജീവനും അപഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണങ്ങൾ നടത്തേണ്ടതാണ്. അല്ല, ഭക്തജനങ്ങളെ മനസ്സിനെ അധീനപ്പെടുത്തിയവർ അന്ധവിശ്വാസങ്ങളുടെ കൂടാക്കി മാറ്റി. തീർച്ചയായിട്ടും അത് ഏത് കാലഘട്ടങ്ങളിലായി ക്ഷേത്രങ്ങളെ ഇത്രമാത്രം ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്? നാസ്തികവാദം പിടിമുറുക്കിയപ്പോൾ ആ പിതൃത്വത്തെയോ പൈതൃകങ്ങളെയോ വിശ്വസിക്കുന്നില്ല, കേട്ടറിവിനെ വിശ്വസിക്കുന്നില്ല, കാണുന്നതിനെ മാത്രം വിശ്വസിക്കുക. നമ്മളുടെ പൈതൃകങ്ങളെ തച്ചു തകർക്കുക. ഈ പൈതൃകങ്ങളെ തച്ചു തകർത്തുകൊണ്ട് ഇവിടെ സനാതനമായി നിലനിൽക്കുന്ന ക്ഷേത്രങ്ങൾ, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധത നശിപ്പിക്കാമെന്ന് പറഞ്ഞ ആ ഒരു നാസ്തികത തന്നെയാണ് കേരളത്തിൽ പിടിമുറുക്കിയത്. അല്ല, അപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ഒരു ഫലം എന്താ? അവരുടെ ലക്ഷ്യം എന്താ? നാസ്തികത ഒരു വലിയ മതമാണ്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മതേതരമല്ലത്, അത് മതമാണ്. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച മതം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാസ്തികവാദമാണ്. ആ നാസ്തികവാദത്തിന്റെ അതിന് വേദമില്ലാത്തതാണ് മോഹൻജി. വേദം ഉണ്ടെങ്കിലല്ലേ ഒരു സിലബസിൽ അറിവില്ലാത്തതാണല്ലേ. വേദമില്ലാത്ത മതത്തിന് വേദനയെ സമ്മാനിക്കാൻ മാത്രമേ കഴിയൂ. അതെന്താന്ന് വെച്ചാൽ വിപ്ലവമാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്ന ഒരു ജനതയാണ് അവർ. വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ് മോഹൻജി? കലാപം എന്നാണ് അർത്ഥം. കലാപകാരിക്ക് വിവേകമുണ്ടാകുമോ? വിവേകം ഉള്ള ഒരാൾക്ക് കലാപകാരിയാകാൻ പറ്റുമോ? വിപ്ലവകാരിയാകാൻ പറ്റില്ല. അപ്പോൾ വിവേകത്തിന് സ്ഥാനമില്ലാതെ വിപ്ലവത്തിന്, കലാപത്തിന് സ്ഥാനം എന്ന് പറയുമ്പോൾ ഏതൊരു കാലഘട്ടത്തിലേക്കാണ്, ഏതൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്? എല്ലാം വിപ്ലവം, കാർഷിക വിപ്ലവം, ഇതാണ് പറയുന്നത്. എന്തിനും വിപ്ലവമാണോ ഒരു കൊണ്ട്? പക്ഷെ അവിടെ ശാന്തി ചെയ്യുന്ന ആളുകൾ, തന്ത്രികൾ, അവർക്ക് അറിവുള്ളവരല്ലേ? അവരെല്ലാം ഈ യൂണിയന്റെ ഭാഗമല്ലേ മോഹൻജി? അല്ല, അവർക്ക് അറിവുണ്ടെങ്കിൽ ഈ അവസ്ഥ സംഭവിക്കില്ലല്ലോ. എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കുമോ, അതിന് ഉത്തരം ഉണ്ടാവില്ല. ഒരു ചോദ്യത്തിനും ഉത്തരവില്ല മോഹൻജി. ഇപ്പോൾ സമീപകാലത്ത് കാണുന്ന ഇവരെല്ലാം ഈ നാസ്തികവാദികളുടെ കൂട്ടത്തിലാണെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നാസ്തികവാദം പിടിമുറുക്കിയിരിക്കുകയാണ്, ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. മദ്യപിക്കുക, പുകവലിക്കുക, ഇതെല്ലാം നാസ്തികവാദികളുടെ ലക്ഷണമാണ്. ചൂതാട്ടം, ഇത് നാസ്തികവാദത്തിൻ്റെ ലക്ഷണമാണ്. കുടുംബത്തെ ശിഥിലമാക്കുക, കുടുംബ ബന്ധങ്ങളെ തച്ചു തകർക്കുക. എന്ന് വെച്ചാൽ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് പോലും പവിത്രത കാണാത്ത തീയിലിട്ട് കത്തിക്കുക. ഇതെല്ലാം നാസ്തികവാദത്തിൻ്റെ ഒരു ഇടപെടലാണ്. എവിടെ എന്തെല്ലാം സംസാരിക്കണമെന്ന് അറിയാതിരിക്കുക, ആരോട് എന്തെല്ലാം സംസാരിക്കണം, എന്തൊക്കെ എവിടെയൊക്കെ സംസാരിക്കണം, മക്കളെ എങ്ങനെ വളർത്തണം, ഇത് അറിയാതിരിക്കുക. എല്ലാം അവകാശമാണെന്ന് സ്ഥാപിക്കുക, അവകാശം സ്ഥാപിച്ചെടുക്കുക, ജീവനാംശത്തിന് വേണ്ടി കേസ് കൊടുക്കുക. ഭക്ത സമൂഹം നിരത്തിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് ആശയപരമായിട്ട് പഠിക്കുക, ഉയരുക, വളരുക, അത് പ്രചരിപ്പിക്കുക.
നമ്മളുടെ വേദത്തെ നമ്മൾ കൈവിട്ടുകൊണ്ട് ഇതിനെല്ലാം രാഷ്ട്രീയ പരിഹാരം നിർദ്ദേശിക്കുവാനും രാഷ്ട്രീയപരമായിട്ട് ഇതിനെല്ലാം ഉത്തരം കൊടുക്കാനും നിൽക്കുമ്പോഴാണ് പരാജയം അനുഭവിക്കുന്നത്. നമ്മുടെ ആചാര്യവൃന്ദം അത് ചെയ്യേണ്ടതല്ലേ? കേരളത്തെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ആയിരക്കണക്കായ ആചാര്യന്മാരുണ്ടല്ലോ എല്ലാ മേഖലയിലും. ഞാൻ പറഞ്ഞില്ലേ, ക്ഷേത്രങ്ങളെ അന്ധവിശ്വാസികളുടെ ഇടത്താവളങ്ങളാക്കാതെ, നിരീശ്വരവാദികളുടെ കൂടാരങ്ങളാക്കാതെ ഭക്തജനങ്ങൾക്കായിട്ട് ക്ഷേത്രം കൊടുക്കണം. അപ്പോൾ വരുന്ന ചോദ്യം മോഹൻജി കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ആർക്ക് കൊടുക്കും എന്നുള്ളൊരു ചോദ്യം. ജാതി സംഘടനയ്ക്ക് കൊടുക്കണം. ഈ ജാതിയുടെ പേരിൽ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും ഒന്നും ഒരു നിവൃത്തിയുമില്ലാത്ത ജനത്തിൻ്റെ ജാതിക്കരം ചുമത്തുന്ന ഈ ജാതി സംഘടനകൾക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുക്കാൻ പറ്റും. ഈ ജാതി സംഘടന തന്നെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു ഈ സംഘടന. ജാതി എന്ന് പറയുന്നത് എന്താന്ന് അത് അങ്ങ് പറഞ്ഞോ, നാസ്തികത്വമാണ്, ഇല്ലായ്മയാണത്. അതെ, ജാതി എന്നുണ്ടോ? അതാ തെളിവ് കൊണ്ടുവന്നു. എന്താണ്? ഇല്ല, ഇല്ല, ഇല്ലാത്തതാണ്. ഇല്ലാത്തതിന്റെ പേരിലാണ് പിരിവ് നടക്കുന്നത്, ചൂഷണം നടക്കുന്നത്. എപ്പം മുതൽ? ജനിക്കുന്നതിന് മുമ്പ് മുതൽ മരണത്തിന് ശേഷം ആയിരക്കണക്കായ വർഷങ്ങൾ കഴിയുമ്പോഴും ഇപ്പോഴും നമ്മൾ പിതൃബലി ഇടുന്നുണ്ടെങ്കിൽ, ക്ഷേത്രത്തിൽ നമസ്കാരത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളുടെ പേരിൽ പോലും ഇപ്പൊ പണം വന്നുകൊണ്ടിരിക്കുക ക്ഷേത്രത്തിൽ. ഇത് ഈ നാസ്തികവാദികള് അത് കറന്നെടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഭക്തന് സ്വാതന്ത്ര്യം ഇല്ല. അവിടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം തൊഴുന്ന ഗണപതി മിത്താന്ന് പറയുന്നവനാണ് ഇതിന്റെ ആനുകൂല്യം പറ്റുന്നത്. അല്ല, ശബരിമലയ്ക്ക് പോവുകയാണെങ്കിൽ എന്തോ കൊണ്ടുപോകണമെന്ന് ഭക്തര് കൊണ്ടുപോകുന്ന പല സാധനങ്ങൾ പറ്റില്ല എന്നാ പറയുന്നത്. കെട്ടില് അതായത് മഞ്ഞൾപ്പൊടി വേണ്ട, കർപ്പൂരം വേണ്ട, പനിനീര് വേണ്ട. ഇതിന് പകരം കാണിക്ക നാമജപം വേണ്ട. നാമജപം വേണ്ട. വേണ്ടത് എന്താണ്? അവിടെ ഇടാനുള്ള പൊന്നും പണവും കൊണ്ടുപോയാൽ മതി. അത്രയും കൂടി. അവിടെയും പ്രശ്നമുണ്ട്. അവിടെയും ഭക്തന്റെ ഇഷ്ടത്തിന് ചെല്ലാൻ പറ്റില്ല. സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത ലോകത്തിലെ ഏക ഇടം എരുമേലിയിൽ നിന്ന് ശബരിമലയിലേക്കുള്ളത്. നമ്മളിപ്പോ 41 ദിവസം വ്രതം എടുത്തിട്ട് മാലയിട്ട് ഇന്ന ദിവസം ശബരിമലയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞ് യാത്ര പുറപ്പെട്ടാൽ അന്നവിടെ കയറാനുള്ള പാസ് കിട്ടിയില്ലെങ്കിൽ ഈ നിരീശ്വരവാദികളുടെ പാസ് വേണം അല്ലേ? തീർച്ചയായിട്ടും വേണം. ആ പാസ് ഇല്ലെങ്കിൽ നമുക്ക് തൊഴാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് തകർത്തു, വിശ്വാസത്തെ തകർത്തു. ഈ ദേവസ്വം ബോർഡിനോട് അങ്ങ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ശാസ്താവോ അയ്യപ്പനോ ഒന്നാണോ? എന്താണ് ശാസ്താവ് എന്ന് ചോദിച്ചിട്ടുണ്ട്? അറിയില്ല. അറിയിപ്പിക്കണമെന്ന് ആഗ്രഹവുമില്ല. ഇത് നശിപ്പിക്കണമെന്നല്ലാതെ ഈ ദേവസ്വം ബോർഡിന് എന്താണ് ആഗ്രഹം? എന്താണ് അവരുടെ ലക്ഷ്യം? അല്ല, ഈ ദേവസ്വം ബോർഡെന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുക, അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? അതിനകത്ത് നിരീശ്വരവാദികൾ എല്ലാവരും വരുന്നുണ്ട്. അല്ല, അതിനകത്ത് വരുന്നത് ഈ ദേവന്റെ സോമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും. അത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിക്കോട്ടെ, ജനങ്ങൾക്ക് അതിനകത്ത് അവകാശമില്ല, ബാക്കി എല്ലാവർക്കും അവകാശമുണ്ട്. ഇപ്പം ശബരിമലയെ സംബന്ധിച്ച് വലിയ ഇഷ്യൂസ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഏതെങ്കിലും സമയത്ത് ഈ ഗണത്തിൽപ്പെട്ട ഈ ക്ഷേത്ര ബന്ധികളായിട്ടുള്ള ക്ഷേത്രത്തിലെ സേവകരായിട്ട് അന്നം കഴിക്കുന്നവരാരെങ്കിലും ഈ ഭക്തനോടൊപ്പം നിന്ന ഒരു ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡിലെ ജോലി രാജിവെച്ചിട്ട് ഈ സനാതന ധർമ്മ വിശ്വാസികളായിട്ട് ഈ ക്ഷേത്ര സംരക്ഷണത്തിനായിട്ട് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്ന് പറയാൻ ആർജവമുള്ള ഏതെങ്കിലും ദേവസ്വം ബോർഡ് ജീവനക്കാരനുണ്ടോ? ഇവരെല്ലാവരും ഏതെങ്കിലും ജാതി സംഘടനയുടെ സമ്മർദ്ദം കൊണ്ട് ജോലി കിട്ടിയവരും കൂടിയാണ്. ജാതി സംഘടനയുടെ വക്താക്കളാണ് സനാതന ധർമ്മികളായിട്ട് അപ്പുറത്ത് വന്ന വേഷന്മാർ നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താ? ജാതി ഇല്ലാതാക്കുക. ജാതിയുടെ കരമ്പര്യവും ജാതി സമ്പ്രദായവും ഇല്ലാതാക്കണം. ശാസ്ത്രീയതയിലേക്ക് തിരിച്ചു വരണം. വേദം പറഞ്ഞത് എന്താണെന്ന് ഒന്ന് വേദ്യമാക്കുവാനുള്ള ഒരു സാധാരണ രാഷ്ട്രീയത്തിനപ്പുറത്ത് ദേവസങ്കല്പത്തെ ചിന്തിച്ച് മനസ്സിലാക്കി അതിനെ ആചരിക്കുവാനും സംരക്ഷിക്കുവാനും ചുമതലപ്പെട്ടവരാണ്. സംരക്ഷണത്തിൻ്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആരാധന. അതാണ് നമ്മൾ മറന്നു പോകുന്നത്. സംരക്ഷണത്തിൻ്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആരാധന എന്ന് തിരിച്ചറിയുമ്പോൾ അത് സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവരാണ് ക്ഷേത്രപാലകരായിട്ട് വരേണ്ടത്. അല്ലാണ്ട് ഈശ്വരനില്ല എന്ന് പറയുന്നവന് ക്ഷേത്രത്തിൽ എന്താണ് കാര്യം? ഇപ്പോൾ ഇടയ്ക്ക് കയറി പറയാം,
ഒരു സമരം നടക്കുന്നു, പോലീസ് ബാരിക്കേഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു ഒരു ഇടുങ്ങിയ പ്രദേശത്ത്, എടുത്തിട്ട് അടിക്കാൻ പാകത്തിന്. അത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എന്തിൻ്റെ പേരിലായിക്കോട്ടെ, ആ ബാരിക്കേഡിലേക്ക് നടന്നെടുക്കുന്ന ഒരു പറ്റ ആളുകൾ അവരവിടെ കിടന്ന് നന്നായിട്ട് അടിമേടിക്കുന്നു ജലപീരങ്കി. വേറെ ഹോസ്പിറ്റലിൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ലെങ്കിലും ഈ ജലപീരങ്കിയിൽ വെള്ളം ഉണ്ടാവും കേരളത്തിൽ, മനസ്സിലായോ? അത് മാത്രമാണ് കറക്റ്റായിട്ട് പ്രവർത്തിപ്പിക്കുന്നത്. ജലപീരങ്കികൾ മാത്രമാണ് കേരളത്തിൽ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്, അതവിടെ ഉണ്ടാവും. ഈ സമര രീതികൾ മാറണം. നമ്മുടെ ഈ സമര രീതികൾ അറിഞ്ഞോ അറിയാതെയോ ഈ നാസ്തികവാദിയിൽ നിന്നും കടമെടുത്തതാണ്. അപ്പൊ ഈ നാസ്തികവാദത്തിന്റെ പ്രവർത്തനം തന്നെ ഇവിടെ ജനാധിപത്യമാണ് വേണ്ടത്. ഇവിടെ വിപ്ലവത്തിന് എന്താണ് സ്ഥാനം ഇരിക്കുന്നത്? ഇവിടെ ജനാധിപത്യമാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. ഒരു വശം വിപ്ലവമല്ലേ ഈ ഭക്തർക്ക് വേണ്ടി നടത്തുന്ന ആ പ്രോഗ്രാം പോലും അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നത്? അതായത് നമ്മളുടെ വിശ്വാസങ്ങളെല്ലാം വേദത്തിൽ അധിഷ്ഠിതമാണ്, വേദശാസ്ത്രത്തിൽ പ്രതിഷ്ഠിതമാണ്. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. ഇതിന് പരിഹാര ജ്ഞാനമാണ്, അല്ലാണ്ട് വിപ്ലവമല്ല. വിപ്ലവം കമ്മ്യൂണിസത്തിൻ്റെ സന്തതിയാണ് വിപ്ലവം. അപ്പോൾ ഈ ജ്ഞാനികൾ കേരളത്തിൽ ഉണ്ടാവണ്ടേ? ജ്ഞാനികളുണ്ടാവണമെങ്കിൽ ഇത് പഠിക്കണം. പഠിക്കാതെ കണ്ണുകണ്ടച്ച് മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കി നമുക്ക് ഒന്നാകെ ഇവിടുത്തെ ആചാര്യവൃന്ദം മുഴുവനും ജ്ഞാനികളല്ല എന്ന് പറയാൻ പറ്റുമോ? അവരെല്ലാം ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ആരാന്ന് മോഹൻജി ആലോചിച്ചാൽ മനസ്സിലാവും. ഇവരെ എല്ലാം മനസ്സിലേക്ക്, ഇവരുടെ എല്ലാവരിലേക്കും എന്താണ് ഈ സമര രീതികളും ഇവരുടെ ആഹ്വാനങ്ങൾക്കോ എല്ലാം പിന്നിൽ എന്താണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. എല്ലാത്തിനും രാഷ്ട്രീയ ഉത്തരമാണ്, രാഷ്ട്രീയപരമായിട്ടാണ് ഉത്തരം. അങ്ങൊരു നന്മ ചെയ്തു, അങ്ങയുടെ രാഷ്ട്രീയമാണ് ഫസ്റ്റ് തപ്പുന്നത്. അങ്ങൊരു തിന്മ ചെയ്തു, അപ്പോഴും തപ്പുന്ന രാഷ്ട്രീയമാണ്. അത് കടമെടുത്തതല്ലേ? അപ്പോൾ അതാണ് നമ്മൾ മാറേണ്ടത്. രാഷ്ട്രീയപരമായിട്ടോ ജാതിയുടെ കണ്ണിലോ മതത്തിൻ്റെ കണ്ണിലോ അല്ല ജനങ്ങളെ സഹായിക്കേണ്ടത്. ജനങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതും അങ്ങനെയല്ല, നന്മയുടെയും തിന്മയുടെയും അടിസ്ഥാനത്തിലാണ്. നന്മയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു തിന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളും തിന്മയുടെ മാർഗത്തിലൂടെയല്ല സമരം നടത്തേണ്ടത്, നന്മയുടെ മാർഗത്തിലും അറിവിൻ്റെ മാർഗത്തിലാണ്. കാതടപ്പിക്കുന്ന രീതിയിൽ ഉത്തരം പറയണം, കാതടഞ്ഞു പോകണം, കണ്ണ് പൊത്തിപ്പോണം. അതേ രീതിയിലുള്ള ഉത്തരങ്ങളാണ്, ജ്ഞാനത്തിൻ്റെ ഉത്തരങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് അകക്കണ്ണ് തുറക്കുള്ളൂ. അകക്കണ്ണ് തുറക്കാൻ പാകത്തിനുള്ള ഉത്തരങ്ങൾ ഇവിടെ ആരുടെ ഭാഗത്തൊന്നും വരുന്നില്ല. അയ്യപ്പൻ ആരാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല, ശാസ്താവാരാണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല, ഗണപതി എന്താണെന്ന് ചോദിച്ചില്ല, ശിവൻ എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഇത് ഉത്തരം പറയാനുള്ള ഒരു തലമുറ, കരുത്തുള്ള ഒരു തലമുറയാണ് ഇവിടെ വേണ്ടത്. ജ്ഞാനമാണ് സമ്പാദിക്കേണ്ടത്, വിപ്ലവമല്ല വിവേകമാണ് വേണ്ടത്. വിവേകാനന്ദൻ വിപ്ലവം നടത്തിയിട്ടല്ല ഹീറോ ആയത് ഈ കാലഘട്ടത്തിൽ, വിവേകം കൊണ്ട്